ലാസ്റ്റ് ആയിരിക്കുന്നത്. ലൈക്ക് 30 ആണ് സീറ്റ്സിൻ്റെ നമ്പേഴ്സ് ഉള്ളത്. അതിൽ 29ലാണ് നമ്മളിരിക്കുന്നത്. ഈ കഴുത്തേനിടുന്നു അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി. അമ്മല ഹെയർ കളർ ചെയ്തു ഗൈസ്, ഞാൻ പറയാൻ മറന്നുപോയി. ഹെയർ കളർ ചെയ്തപ്പോൾ പ്രിറ്റിയായി അമ്മല. ഈ ഒരു അല്ല ഇതിപ്പോൾ ഇവർ പറയും താഴെ വെക്കണമെന്ന് പറയും. കാരണം നമ്മൾ അല്ലത് ഞാൻ ഓപ്പൺ ചെയ്തത് ബാഗിൻ്റെ അകത്ത് വെക്കാതായിരിക്കും. അതെ, എന്നിട്ട് ഉള്ളിലിരിക്കട്ടെ. ഓക്കെ. Ladies and gentlemen, as we're expecting a full flight today, please kindly place your small bag, laptop bag under the seat in front of you, except for row 1, 12 and 13. As there will be more passengers boarding in shortly, please kindly take your assigned seat. Thank you. നമ്മൾ ഫസ്റ്റ് അവിടെ ഇവിടെ ഒരു വ്ലോഗ് നടക്കുന്നു. ഫ്ലൈറ്റ് കിടക്കുന്ന കാണിച്ചാൽ കൺവേർട്ടിങ് ആകുമ്പോൾ പെട്ടെന്നൊരു ഇതുണ്ടാവുമല്ലോ. ഞാൻ എങ്ങനെ അത് പറഞ്ഞു തരാനോ. ബട്ട് നൈസായിട്ടുണ്ട് അമ്മല കാണാൻ. സീരിയസ്ലി നന്നായിട്ടുണ്ട്. അവിടെ ഇവിടെ വ്ലോഗ് എടുക്കുന്നു. എല്ലാവരൊക്കെ ഫ്ലൈറ്റ് മൂവിയാണ്. എനിക്ക് നല്ല കഴുത്ത് വേദന എടുക്കുന്നു. നെക്കിൽ കൊണ്ടുവന്ന് എന്തായാലും നന്നായി. നെക്കിൽ കൊണ്ടുവന്ന് നന്നായി. നല്ല കഴുത്ത് വേദന ഉണ്ട്. അച്ഛൻ കാണിച്ചില്ല. അച്ഛൻ ഇരിക്കുന്ന സൈഡിൽ വിൻഡോ സീറ്റിൽ ആരും ഇല്ലായിരുന്നു. ബട്ട് അമ്മത്തിരുന്ന അവിടെ വിൻഡോ സീറ്റിൽ ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇരിക്കുമായിരുന്നു. അങ്ങനെ വെച്ചോ. അതല്ലേ സോ എല്ലാവരും റെഡിയാണ്. നമ്മൾ ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോൾ പറ്റിയില്ല. സോ നമ്മളിവിടെ ഓർഡർ ചെയ്തു. സോ നമ്മൾ 15 minutes വെയിറ്റ് ചെയ്യണം. ബിക്കോസ് അവർക്കത് റെഡിയാക്കി എടുത്തിട്ട് വരണം. റെഡിയാക്കിയല്ല, അവർക്കത് എടുത്തിട്ട് വരണ്ടേ. സോ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളിത് ഇതൊക്കെ ഇവിടെ നോക്കിച്ച് റെഡിയാണ്. കഴുത്ത് വേദന എടുക്കും. കുഴപ്പമില്ല, 6:30 നമ്മളവിടെ എത്തും. നമ്മളെ ലാൻഡ് ആകുന്ന ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 6:20 or 30. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു നൂഡിൽസ്. യെസ്, നമ്മൾ കപ്പ് നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ഓറിയൻ്റൽ ട്രഷർ റൈസ് സംതിങ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പല ബ്ലാക്ക് പെപ്പർ വിത്ത് റൈസ്. അതായത് കഴിക്കുമെന്ന് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ നമുക്ക് നോക്കാം. എന്നത് മറക്കില്ല. നമ്മുടെ സ്പൂൺ മൊത്തം
ഇതാ. ഓ ചൂടായിട്ടുണ്ട്. ഓക്കെ, ഒരു ലൈറ്റ് ഇട്ട് തന്നിരുന്നെങ്കിൽ കൊള്ളാം. ഫുൾ ഇരുട്ടായി. ഇതെങ്ങനെ ഞാൻ എടുക്കും? കുറച്ചിരുട്ടാണ്. എന്ത് ചെയ്യും? ഭയങ്കര ആവി പറക്കും. ഭയങ്കര ചൂട്. സോറിന്റെ റൈസ് എന്ന് പറഞ്ഞാൽ ചാങ്കി എയർപോർട്ടിലെത്തി. സോ എന്ത് ഭംഗി ഇവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ. ജസ്റ്റ് ഒന്ന് നോക്കി. ഓക്കെ, ഞാൻ മാറാം. ഇവിടെ ഫോട്ടോ സെഷൻസ് ആക്ച്വലി നടക്കുകയാണ്. ഞാൻ മാറുന്നു അമില. എന്ത് ഭംഗിയെന്ന് നോക്കി ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ. ഞാൻ തിരിച്ച് കാണിക്കാം. ഇത് ആക്ച്വലി ഒരു എയർപോർട്ടാണെന്ന് സീരിയസ്ലി പറയത്തില്ല, അത്ര ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ യെസ്, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു എയർപോർട്ട് കാണാൻ. സൂപ്പർ, അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഓരോ തന്ത്രപ്പാടുകളിൽ അതെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ഒരു സ്ഥലത്ത് നോക്കി, ബട്ട് അവിടെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലൈക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അത് ഉറപ്പാണെങ്കിലും കുറച്ച് ലൈക്ക് വേറൊരു ഇതാണ്, മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റാർബക്സിലേക്ക് വന്നു. സ്റ്റാർബക്സ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. സമൃദ്ധിക്ക് അറിയാൻ എനിക്ക് എപ്പോഴും സ്റ്റാർബക്സ് ഇഷ്ടമാണ്. കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. താങ്ക് യു അമൃത. കോഫി മാത്രം കുറച്ച് ലേറ്റ് ആവും. താങ്ക് യു. വാഷ്റൂം പോയാണ്. അതോ വരുന്നു. ഗായ്സ്, ഇരിക്കുന്ന 4 പേർ എൻ്റെ ഹെയർ കളറൊക്കെ കണ്ടിട്ട് ലൈക്ക് അവരെ പെട്ടെന്ന് ഓരോരോ വ്യത്യസ്ത രീതിയിൽ ഒട്ടും ശരിയായില്ല. എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നു. ഇവര് എഴുന്നേറ്റ് ഇവിടെ ഇരിക്കാൻ നമുക്ക്. നമ്മൾ പോവാണ്. ലൈക്ക് നമ്മുടെ കാറ് വന്ന്. സോ നമ്മൾ പോവാണ്. സോ ഇനി റൂമിലെത്തി ഫ്രഷ് ആകണം. എന്നിട്ട് ഇന്നത്തെ ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.